ഹലോ ഗൈസ്, അങ്ങനെ ആ ഞെട്ടിക്കുന്ന സംഭവം നേരിൽ കാണാണ് നവീൻ. നന്ദുവിനോട് തന്റെ പ്രണയം തുറന്നു പറഞ്ഞ് പ്രപ്പോസ് ചെയ്യാനെത്തുന്ന നവീൻ അവിടെ കാണുന്നത് അനിയും നന്ദുവും കൈ ചേർത്ത് പിടിച്ച് ക്ലോസ് ആയി നിൽക്കുന്നതാണ്. ഇത് കണ്ട പാടത്തന്നെ മൊത്തത്തിൽ ഞെട്ടിത്തരിക്കുകയാണ് നവീന്. കാരണം നന്ദുവിനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിട്ട് നന്ദുവിനെ മാത്രമാണ് കേട്ടോ പ്രവീൺ റെസ്റ്റോറന്റിലേക്ക് വിളിച്ചത്. പക്ഷെ അവിടെ എത്തിയപ്പോഴോ അനിയും കൂടി നന്ദു വിളിച്ചു വരുത്തിയേക്കാണ്. നന്ദുവിനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ തന്നെ നവീൻ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതൊന്നും അറിയാതെ നന്ദു അനിയെ റെസ്റ്റോറന്റിലേക്ക് വിളിച്ചു വരുത്തിയേക്കാണ്. റെസ്റ്റോറന്റിലെത്തുന്ന അനിയും നന്ദും ശരിക്കും അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ കണ്ട് ഞെട്ടുന്നുണ്ട്. അവിടെ വെച്ച് ആ സ്പോട്ടിൽ തന്നെ അനിയാണെന്നുണ്ടെങ്കിൽ രാകേഷിനെ വിഘ്നേഷിനെ വിളിച്ചു വരുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞ നവീന്റെ എല്ലാ പ്ലാനും അവിടെ പൊളിയാണ്. അങ്ങനെ ലേറ്റ് ആയി എത്തുന്ന നവീൻ കാണുന്നത് അനിയും നന്ദും ക്ലോസ് ആയി നിൽക്കുന്നതാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ഒട്ടും അങ്ങ് പിടിക്കുന്നില്ല കേട്ടോ നവീനെ. എന്നാൽ നവീൻ അകത്തോട്ട് കയറാൻ ശ്രമിച്ചതും രാകേഷും വിഘ്നേഷും കൂടി തടയുന്നുണ്ട്. എടാ നീ കട്ടുറുമ്പായിട്ടേ അവരുടെ ഇടയിലേക്ക് ചെല്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് അവര് തമാശിക്കാണ് കേട്ടോ. എന്നാ ഇതൊന്നും നവീന് ഇഷ്ടപ്പെടുന്നില്ല. നന്ദുവിനെ മാത്രം വിളിച്ചു വരുത്തിയിട്ട് അവിടെ ഇപ്പൊ എല്ലാരും എത്തിയിരിക്കുകയാണ്. അങ്ങനെ ദേഷ്യം പിടിച്ച് നവീന് മറ്റൊന്നും പറയാതെ അവിടെ നിറങ്ങി പോകുന്നുണ്ട്. എന്നാൽ ആർക്കും കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിലും നമ്മുടെ നന്ദുവിന് കാര്യങ്ങളൊക്കെ പിടികിട്ടുകയാണ്. നവീനെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി താനായിരുന്നു എന്ന് നന്ദു അവിടെ വെച്ച് മനസ്സിലാക്കുകയാണ്. പിന്നീട് നവീനെ കാണാൻ വേണ്ടി നന്ദു ചെല്ലുന്നുണ്ട് കേട്ടോ. എന്തായിരിക്കും പിന്നീട് സംഭവിക്കാന്ന് അറിയണ്ടേ? അതിനുവേണ്ടി നമുക്ക് ഈ ഒരു എപ്പിസോഡ് നോക്കാം. ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നവീന്റെ അമ്മ മുറിയിലോട്ട് വരുന്നതാണ്. നവീൻ, എന്താ അമ്മേ? അത് പിന്നെ മോനെ, ഞാൻ ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് നിനക്ക് ദേഷ്യമൊന്നും തോന്നരുത്. അപ്പൊ തന്നെ മനസ്സിലായി അമ്മ എനിക്ക് ദേഷ്യം വരുന്ന എന്തോ ആണ് പറയാൻ പോകുന്നെന്ന്. നിനക്ക് ദേഷ്യം വന്നാലേ എനിക്ക് പറയേണ്ടത് പറഞ്ഞേ പറ്റൂ. ആണല്ലോ, എന്നാ പിന്നെ അമ്മ പറഞ്ഞോ. വേറൊന്നും അല്ല മോനെ, ഞാൻ എന്നും പറയുന്ന കാര്യം തന്നെയാണ്. എന്നാ പിന്നെ എന്റെ കല്യാണക്കാരിയായിരിക്കും. ദേ അമ്മേ, ഞാൻ അമ്മയോട് നേരത്തെ പറഞ്ഞതല്ലേ, ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. സമയമാകുമ്പോ ഞാൻ എല്ലാം അമ്മയോട് പറയാം. അങ്ങനെ എങ്ങ് സമയമാകുമ്പോ എല്ലാ കാര്യങ്ങളും പറയാന്ന് പറഞ്ഞിരിക്കരുത്. ദേ നിനക്കിപ്പൊ തന്നെ പ്രായം എത്ര ആയെന്നാ? നിനക്ക് പെണ്ണിനെ കിട്ടായിട്ടൊന്നും അല്ലല്ലോ, നീ വേണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമല്ലേ? അമ്മേ, അതിനൊക്കെ ഒരു സമയവും കാലവും സന്ദർഭമൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ഒത്തുവരണം. പിന്നെ നിന്റെ കാര്യത്തിൽ മാത്രം സമയവും കാലവും സന്ദർഭമൊക്കെ ഒത്തുവരണം. എടാ മോനെ നവീനെ, അമ്മ പറയുന്നതൊന്നും കേൾക്ക്. ഞാൻ ഇങ്ങനെ എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ മോനെ നല്ലതിന് വേണ്ടിയിട്ടാ. പിന്നെ കല്യാണാണല്ലോ മറ്റുള്ളവരുടെ നല്ലത് തീരുമാനിക്കുന്നത്. അങ്ങനെയൊക്കെ പറയാം. മനസ്സമാധാനം തരാത്ത പെൺകുട്ടികളെ വീട്ടിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ആണുങ്ങളുടെ എല്ലാ സമാധാനവും നഷ്ടപ്പെടും. അതിനെ മനസ്സമാധാനം തരാത്ത പെൺകുട്ടി വീട്ടിലോട്ട് കയറി വന്നാലല്ലേ? അതാ പറഞ്ഞത്. നീ നിന്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന പെൺകുട്ടി ഏതാന്ന് തുറന്നു പറ. എനിക്കറിയാവുന്ന കുട്ടിയാണെങ്കിൽ ഒന്ന് അറിഞ്ഞിരിക്കാലോ. വേണ്ട, അമ്മയുടെ മനസ്സിലിരിപ്പ് എന്താണെന്നേ എനിക്ക് മനസ്സിലായി. പെൺകുട്ടി ഏതാന്ന് അറിയാൻ വേണ്ടി നൈസായിട്ട് നമ്പർ ഇടാൻ വന്നേക്കാണല്ലേ? ദേ, എനിക്ക് നിന്റെ അടുത്ത് നമ്പർ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ മോന്റെ കാര്യം എനിക്ക് കൂടി ഒന്ന് അറിഞ്ഞിരിക്കട്ടെ. ഏതാ പെൺകുട്ടിയെന്ന് ഞാനും ഒന്ന് അറിയട്ടെ. പറ മോനെ, അമ്മയോട് പറ. അങ്ങനെ അമ്മ എന്റെ വായിൽ നിന്ന് പെൺകുട്ടി ആരാണെന്ന് അറിയണ്ട. എന്നിട്ട് വേണം മുത്തശ്ശനോട് പറയാൻ. മുത്തശ്ശൻ അത് വേറുള്ളവരോട് പറയും. അയ്യേ, അത് പിന്നെ മൊത്തത്തിൽ അലങ്കോലാവും. അതൊന്നും വേണ്ട അമ്മേ. ആദ്യം ഞാൻ ഈ കാര്യം ഒന്ന് തീരുമാനാക്കട്ടെ. എന്നാ പിന്നെ നീ എന്താന്ന് വെച്ചാ ചെയ്യേ. ഞാനേ ഈ കാര്യം പറഞ്ഞ ഇനി നിന്റെ അടുത്തോട്ട് വരില്ല. നിന്റെ അടുത്ത് മിണ്ടാനും വരില്ല. അയ്യോ അമ്മേ, അങ്ങനെ പോവല്ലേ. നീ എന്നോട് പെൺകുട്ടി ഏതാന്ന് പറയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നിന്റെ അടുത്ത് മിണ്ടില്ല. ദേ അമ്മേ, എന്റെ അടുത്ത് മിണ്ടാതിരിക്കല്ലേ. എന്നാ പിന്നെ നീ പറ, ഏതാ പെൺകുട്ടി? അതൊക്കെ ഉണ്ടമ്മേ. എനിക്ക് കുറച്ച് സമയം താമേ. അതൊന്നും നടക്കില്ല. നീ കുറച്ച് സമയം എന്ന് പറഞ്ഞേ ഒരുപാട് വർഷം അങ്ങ് മുന്നോട്ട് തള്ളിക്കൊണ്ടുപോകും. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് ഞാൻ കാലം കുറെ ആയി. അതൊന്നും നടക്കില്ല. ഇതും പറഞ്ഞ് അമ്മ അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോ അമ്മയോട് പറയുന്നുണ്ട്, അമ്മ എന്നെ വിശ്വസിക്കേ. നാളെ രാവിലെ എന്നുള്ളൊരു സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അമ്മയോട് സ്നേഹിക്കുന്ന പെൺകുട്ടിയെ കുറിച്ച് തുറന്ന് പറഞ്ഞിരിക്കും. ഉറപ്പാണല്ലോ? ഉറപ്പമ്മേ. എന്നാ ശരി, നാളെ രാവിലെ എന്നൊരു സമയം ഉണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞിരിക്കണം. ശരി. എന്നാ ഇപ്പൊ തൽക്കാലം ഞാൻ നിന്നോട് മിണ്ടാ. ബാക്കിയൊക്കെ നാളെ രാവിലെ തീരുമാനിക്കാം. ശരി. ദേ, മുത്തശ്ശൻ നിന്റെ മനസ്സിൽ ആരോ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ മുത്തശ്ശനോട് നീ കാര്യങ്ങളൊന്നും തുറന്നു പറയുന്നില്ലെന്നാ പറഞ്ഞത്. അമ്മേ, ഞാൻ എന്തായാലും വൈകാതെ മുത്തശ്ശനോടും പറയാം. അത് മതി. എന്നാലേ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം. മോൻ വാ. ഇതും പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ നിന്ന് പോവാണ് കേട്ടോ. നവീനാണെന്നുണ്ടെങ്കിൽ വലിയ സന്തോഷാവാണ്. പിന്നെ കാണിക്കുന്നത് നന്ദാവനാണ്. നന്ദു ആണെങ്കിൽ വേഷം മാറാതെ സോഫയിൽ ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇത് കണ്ടോണ്ട് വരുന്ന കനക പറയുന്നുണ്ട്, നന്ദൂട്ടാ എന്തു പറ്റി മോളെ, നീ ഇന്ന് സ്റ്റേഷനിൽ പോകുന്നില്ലേ? ഇല്ലമ്മേ, എനിക്ക് ഇന്നൊരു തലവേദന. ഉച്ചയ്ക്ക് ശേഷം പോവാന്ന് കരുതി. അയ്യോ മോളെ, എന്തു പറ്റി? കുഴപ്പമൊന്നുമില്ലമ്മേ, ചെറിയൊരു തലവേദന. എന്നാ പിന്നെ ഒന്ന് ഡോക്ടറെ കാണിച്ചാലോ? ഒരു ചെറിയ തലവേദന വരുമ്പോഴേക്കും ഡോക്ടർ അടുത്തോട്ടൊക്കെ പോവണം അമ്മേ. എന്നാ പിന്നെ അമ്മ ഒരു കാര്യം ചെയ്യാം, നല്ല കടുപ്പത്തിൽ ഒരു ചായ ഇട്ടോണ്ട് തരാം. ചായ ഒന്നും വേണ്ട. അതെന്താ?
ചായ കുടിച്ചാലേ ഈ തലവേദനയൊക്കെ പമ്പ കടക്കും. അമ്മയോട് ആരെ ഈ വിഡ്ഢിത്തരൊക്കെ പറഞ്ഞു തന്നത്? എന്ത് വിഡ്ഢിത്തരോ? ദേ നന്ദൂട്ടാ, നിന്റെ ആവശ്യമില്ലാത്ത ശീലങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടേ മര്യാദയ്ക്ക് ഞാൻ ഉണ്ടാക്കി തരുന്ന കടുപ്പത്തിലുള്ള ചായ ചൂടോട് കുടിക്കാൻ നോക്ക്. തലവേദനയൊക്കെ പോയി കിട്ടും. അപ്പോഴാണ് ഗോവിന്ദൻ അങ്ങോട്ട് വരുന്നത്. ഇതെന്താ അമ്മ മോളെ ചായ കുടിപ്പിക്കാനുള്ള തല്ലാണോ? ഞാൻ പറഞ്ഞച്ചാ എനിക്ക് ചായ വേണ്ടെന്ന്. ദേ ഗോവിന്ദേട്ടാ, ഇവക്ക് നല്ല തലവേദനയുണ്ട്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സ്റ്റേഷനിൽ പോകുന്നുള്ളൂ എന്ന്. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു ഡോക്ടർ അടുത്ത് പോവാന്ന്. അപ്പൊ പിന്നെ ഇവക്ക് ഡോക്ടർ അടുത്തോട്ട് പോവാൻ പറ്റത്തില്ലെന്ന്. എന്നാ പിന്നെ കടുപ്പത്തിൽ ഒരു ചായ ഇട്ടുതരാം, ചായ കുടിച്ചാൽ തലവേദന മാറുമെന്ന് പറഞ്ഞിട്ടേ ചായ കുടിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. എന്താ മോളെ, അമ്മ ഉണ്ടാക്കി തരുന്ന ചായ ഒന്ന് കുടിച്ചു നോക്ക്, തലവേദന കുറഞ്ഞാലോ. അച്ഛാ, എനിക്കിപ്പോ ചായ ഒന്നും കുടിക്കാൻ പറ്റില്ല, ഞാനിപ്പോ ഡയറ്റിലാ. എന്ത് ഡയറ്റോ? അവളൊരു പോലീസുകാരി ആയപ്പോ തുടങ്ങിയത് ഒരു ഡയറ്റ്. ദേ നന്ദൂട്ടാ, ഇപ്പൊ തന്നെ മെലിഞ്ഞുണങ്ങി ഒരു കോലമായി. നിന്റെ പെണ്ണ് കാണാൻ ആരെങ്കിലും വന്നാലേ ഈ കോലത്തിൽ കണ്ട പിടിക്കോ? അതിനിടക്ക് അവള് വീണ്ടും ഡയറ്റ് തുടങ്ങിയേക്കുന്നു. കേട്ടില്ലേ ഗോവിന്ദേട്ട അവള് പറഞ്ഞത്? പോലീസുകാരി ആയപ്പോഴേ അവക്ക് എപ്പോഴും ഡയറ്റാ. അച്ഛാ, ഞങ്ങളുടെ ഫിറ്റ്നസ് ഒക്കെ ഞങ്ങൾക്ക് നോക്കണം. 4 ആള് നേർക്ക് വന്നാലേ അവിടെ അടിച്ചിടണമെന്നുണ്ടെങ്കിലേ ഇതൊക്കെ ശ്രദ്ധിച്ചേ പറ്റൂ, പ്രത്യേകിച്ച് ഡയറ്റ്. കനകെ, മോളൊന്നും ഇല്ലാതെ അങ്ങനെയൊക്കെ പറയോ? ഗോവിന്ദേട്ടനെ എല്ലാത്തിനും കൂട്ടിന്ന് കൊടുത്തോ? ഇവളെ 4 ആള് കാണാൻ വന്നാലേ ഈ മെലിഞ്ഞുണങ്ങിയിരിക്കുന്ന കോലത്തില് ആർക്കെങ്കിലും പറ്റുമോ? അങ്ങനെയൊക്കെ എന്നെ പറ്റുന്നവരെ കല്യാണം ആലോചിച്ച് വന്നാ മതി, അല്ലാത്തവരൊക്കെ പോവാൻ പറ. നന്ദൂട്ടാ, നീ മിണ്ടാതിരുന്നോ? നിനക്ക് മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഓ, ഇത് എന്തൊരു അവസ്ഥയാ! മര്യാദയ്ക്ക് സ്റ്റേഷനിൽ പോയാൽ മതിയായിരുന്നോ? വെറുതെ അമ്മയുടെ വായിലിരിക്കുന്ന കേൾക്കാൻ തലവേദന കൂട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ ഇരുന്നു. പറയടി, നീ പറയാനുള്ളതൊക്കെ പറ. നിന്റെ നല്ലതിന് വേണ്ടിട്ടാ ഞാൻ ഇതൊക്കെ പറയുന്നത്. നിന്റെ മനസ്സിൽ അനിയെന്ന് പറയുന്നവനെ പ്രതിഷ്ഠിച്ചു വെച്ചേക്കുമല്ലേ, അവനെ ഞാൻ എടുത്ത് കളയും. നിനക്ക് അവനെ എന്തായാലും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ടേ നീ കൂടുതലേ വേറെ ആരും വരില്ലെന്ന് കരുതി നെഗളിച്ചിരിക്കണ്ട. ഇപ്പൊ അടുത്ത ആരെങ്കിലും നല്ല ബന്ധവും കൊണ്ട് വന്നാലേ നിന്നെ പിടിച്ച് കെട്ടിച്ചു വിടും. അമ്മേ മതി, നീ ഈ സംസാരം നിർത്തിക്കോ. ഇത്തരെ തന്നെ കൊണ്ടുവന്ന് എന്റെ തലയിൽ നിറക്കാൻ പറ്റ പാട് എനിക്കേ അറിയൂ. അവനെങ്ങാനും എന്റെ തലയിലായിരുന്നെങ്കിലേ ഞാൻ എന്തിനു നന്നായിരുന്നു. മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പറ്റും എനിക്ക്. ഇത് കേട്ടപ്പോ കനകെ ഒന്ന് ചമ്മന്നിട്ടോ. അപ്പൊ ഗോവിന്ദ പറയുന്നുണ്ട്, കനകെ, നമ്മുടെ ഭാഗത്തുണ്ട് തെറ്റ്. അവനെ കുറിച്ച് ഒന്നും മനസ്സിലാക്കാതെ നമ്മുടെ മോളുടെ കല്യാണം ഇടിപിടിയെന്ന് നടത്തുമല്ലായിരുന്നു. ഇനി അത് പറ്റില്ല. ആരായാലും അന്വേഷിച്ചും കണ്ടും എല്ലാം അറിഞ്ഞിട്ട് വേണം ഈ വിവാഹം നടത്താൻ. ആ ഗോവിന്ദട്ട പറഞ്ഞ പോലെ ആയിക്കോട്ടെ, എല്ലാ വിധത്തിലും അന്വേഷിച്ചിട്ട് നടത്താം നമുക്ക്. എന്നാലേ ഇവളുടെ മനസ്സിൽ കുടിയിരുത്തിയ അനിയുണ്ടല്ലോ, അവനെ പിടിച്ച് പുറത്ത് കളയാൻ പറ. എന്റെ കനകെ, നീ അതൊക്കെ വിട്. മോൾ സ്വസ്ഥമായിട്ട് ഒരു ഭാഗത്തിരിക്കട്ടെ. അവക്ക് തലവേദനിക്കുന്നല്ല പറഞ്ഞത്. നീ കൂടുതൽ ഓരോന്ന് പറഞ്ഞ് മോളുടെ തലവേദന അധികരിപ്പിക്കാതെ. നന്ദൂട്ടാ, അമ്മ അമ്മയുടെ വിഷമം കൊണ്ട് പറയുന്നതാ, അല്ലാതെ മോളെ വിഷമിപ്പിക്കുന്നതല്ല. അതെനിക്ക് അറിയാമേ, അത് വീണ്ടും വീണ്ടും പറയേണ്ടെന്നാ പറഞ്ഞത്. ഇനി നിങ്ങൾക്കാർക്കും ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല. ഇതും പറഞ്ഞോണ്ട് കനക അകത്തോട്ട് പോവാണ്. അപ്പൊ ഗോവിന്ദൻ പറയുന്നുണ്ട്, മോളിന്ന് സ്റ്റേഷനിൽ പോകുന്നത് തലവേദന കൊണ്ട് തന്നെയാണോ? അതെ അച്ഛാ, എനിക്ക് നല്ല തലവേദന, ഇന്നലെ തുടങ്ങിയതാ. എന്നാ പിന്നെ ഒന്ന് ഡോക്ടറെ കാണിക്കായിരുന്നില്ലേ? അതൊന്നും വേണ്ടാന്ന് കരുതിയിട്ട് അച്ഛാ. ചിലപ്പോ ഈ തലവേദന ഉച്ചയാവുമ്പോഴേക്കും കുറയും. ഞാൻ കുറച്ചേരം ഒന്ന് കിടക്കട്ടെ. ശരി, എന്നാ പിന്നെ മോള് പോയി കിടന്നോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് കോടതിയാണ് കേട്ടോ. കോടതി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന നവീനെ കാണിക്കുന്നുണ്ട്. നവീന്റെ ഒരു കൂട്ടുകാരൻ നവീന്റെ അടുത്തോട്ട് വരുന്നുണ്ട്. നവീനെ, കൺഗ്രാചുലേഷൻസ്, അങ്ങനെ ഈ കേസും നീ വിജയിച്ചു. ഈ കേസ് നീ വിജയിച്ചു എന്ന് പറയാനായില്ല. ഏറ്റെടുത്ത എല്ലാ കേസും നീ പൂർത്തീകരിച്ചിരിക്കുന്നത് അതിഗംഭീരമായിട്ടല്ലേ? അങ്ങനെയൊന്നും പറയല്ലേടാ. ദേ, അടുത്ത കേസ് ഉണ്ടായല്ലോ, ചിലപ്പോ 8 നിലയിൽ ഞാൻ പൊട്ടിപ്പോവും. അയ്യോ, ഞാനായിട്ട് ഇനി പറഞ്ഞ് നിന്റെ കേസ് പൊട്ടിപ്പോവാൻ നിൽക്കണ്ട. എന്തായാലും നിന്റെ ടാലന്റിനെ പ്രശംസിക്കാതിരിക്കാൻ വയ്യ നവീനെ. ഓ, നീ എന്നെ അങ്ങ് കെട്ടിപ്പൊക്കല്ലേടാ. അല്ല, ഈ കേസും വിജയിച്ചതിന്റെ ട്രീറ്റ് എന്നാ? എല്ലാം കൂടി ഒരുമിച്ച് തരാന്നല്ലേ പറഞ്ഞത്? ആ, ട്രീറ്റൊക്കെ വഴിയെ തരാന്നേ. എടാ, നീ അത് വിട്, നമുക്കിന്ന് കൂടിയാലോ പുറത്ത്. ട്രീറ്റ് അവിടെ വെച്ചാകാം. അയ്യോ, അത് വേണ്ട, ട്രീറ്റൊക്കെ തരാടാ. നീ തരാന്ന് പറയാന്നല്ലാതെ തരുന്നില്ല. ആദ്യേ നീ കേസ് നന്നായിട്ട് പഠിക്കേ, എന്നിട്ട് നീ ഒരു കേസ് വിജയിപ്പിക്കേ. ഞാൻ കേസ് വിജയിക്കണമെന്നുണ്ടെങ്കിലേ അടുത്ത ജന്മം ജനിക്കേണ്ടി വരും. എടാ, ആദ്യം നല്ല കേസ് എടുക്ക്, സത്യസന്ധമായിട്ടുള്ള കേസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ തീർച്ചയായിട്ടും വിജയിക്കും. അതൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ പിന്നെ ട്രീറ്റ് നടക്കില്ല അല്ലേ? മുത്തശ്ശനെ പോലെ തന്നെയാ കൊച്ചുമകനും. എടാ, വൈകാതെ നിങ്ങൾക്കൊക്കെ അതിഗംഭീരായിട്ടുള്ളൊരു ട്രീറ്റ് ഞാൻ തന്നെ തരും. അല്ല, അതെന്താ കാര്യം? അത് പിന്നെ എന്റെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട കാര്യം എത്രയും പെട്ടെന്ന് നടക്കുമെന്ന് കൂട്ടിക്കോ. എന്ന് വെച്ചാ കല്യാണോ? നവീന, നിന്റെ കല്യാണോ? അതേടാ. അല്ല, കല്യാണം ഇപ്പോഴൊന്നും വേണ്ടാന്ന് പറഞ്ഞിരിക്കുവായിരുന്നല്ലോ, ഇതിപ്പോ എന്ത് പറ്റി? എന്റെ മനസ്സിൽ ഒരു പെൺകുട്ടി ഇടം പിടിച്ചു. അപ്പൊ പിന്നെ കല്യാണം പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് കരുതി. അമ്മയാണെങ്കിൽ കല്യാണത്തിന് തിരക്ക് കൂട്ടുക. അത് ശരി. അപ്പൊ പിന്നെ ആ പെൺകുട്ടി ഏതാന്ന് പറഞ്ഞില്ലല്ലോ. എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യാറുണ്ടല്ലോ നീ ഇതെന്താ പറയാത്ത? എടാ ഷെമീറെ, എല്ലാത്തിനും ഒരു സമയവും കാലും സന്ദർഭമൊക്കെ ഇല്ലേ? അതിപ്പായെന്ന് കൂട്ടിക്കോ. പറ, ആരാ പെണ്ണ്? പെണ്ണാരാന്ന് തൽക്കാലം നിന്നോട് പറഞ്ഞില്ല. പക്ഷെ ഒരു കാര്യം പറയാം, പെണ്ണൊരു പുലിയാ. എന്ന് വെച്ചാ
ഒരു പോലീസുകാരിയാ. പോലീസുകാരിയോ? അതേതായാലും കൊള്ളാലോ. നിന്റെ കേസ് അന്വേഷണത്തിനൊക്കെ അത് ഉപകാരപ്പെടും. ഒരു പുലി ആയതുകൊണ്ട് പ്രത്യേകിച്ച്. അത് നീ പറഞ്ഞത് ശരിയാ. നിന്റെ ഗസ് കറക്റ്റാ. അല്ല, എന്നാ കല്യാണം? കല്യാണോ? അതിന് പെൺകുട്ടിയോട് ഞാൻ എന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ട് വേണ്ടേ കല്യാണം? ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയോട് തന്റെ പ്രണയം തുറന്നു പറഞ്ഞിട്ടില്ലേ? ഇല്ലടാ. അയ്യേ, അതുപോലും നടക്കാത്ത കാര്യമാണോ നീ കല്യാണത്തിന് ട്രീറ്റ് തരാന്ന് പറഞ്ഞത്? അത് പിന്നെ വൺ സൈഡ് ലവ് ആയിട്ട് നീ നിന്റെ മനസ്സിലിട്ടോണ്ട് നടക്കാണോ പ്രണയം? ആദ്യം അത് പോയിട്ട് തുറന്നു പറ. അല്ലെങ്കിലേ കാത്തു വെച്ച കസ്തൂരി മാമ്പയം വേറെ ആരെങ്കിലും കൊത്തിക്കൊണ്ട് പോവും. അത് നീ പറഞ്ഞത് ശരിയാ. എത്രയും പെട്ടെന്ന് അവളോട് എന്റെ പ്രണയം തുറന്നു പറയണം. എടാ, ആദ്യം പ്രണയം തുറന്നു പറ, എന്നിട്ട് കല്യാണം നിശ്ചയിക്കാം. എടാ, നിന്റേത് പ്രണയവിവാഹല്ലേ? അതെ. നീ എങ്ങനെയാ നിന്റെ ഭാര്യയെ പ്രപ്പോസ് ചെയ്തത്? ഹോ, അതൊക്കെ വലിയൊരു കഥയാ. നീയേ കഥയൊന്നും പറയണ്ട, എങ്ങനെയാ പ്രപ്പോസ് ചെയ്തതെന്ന് പറ. എടാ, ഞങ്ങൾ ഫോണിലൂടെ ജസ്റ്റ് പ്രപ്പോസ് ചെയ്തതാ. അവക്ക് എന്നെ ഇഷ്ടമായിരുന്നു, എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. അങ്ങനെയാണല്ലേ? അപ്പൊ പിന്നെ ഞാനും ഫോണിലൂടെ പറഞ്ഞാലോ? അയ്യേ, അത് വേണ്ട. നേരിട്ട് കാണാനുള്ള സന്ദർഭം ഉണ്ടല്ലോ, അതുകൊണ്ട് നീ അവളെ നേരിട്ട് കാണ്. എന്നും നേരിട്ട് കാണാറുള്ള ആളാണോ? എന്റെ കൂട്ടുകാരിയാ. അത് ശരി. അല്ല, എനിക്കറിയാവുന്ന ആളാണോ? എന്നോട് പറ. നീ ഇപ്പൊ തൽക്കാലം അതൊന്നും അറിയണ്ട. നീ പ്രപ്പോസ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അത് പറഞ്ഞതാ. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്നാ പറ, സമയം വൈകിക്കണ്ട. അവൻ മുട്ടി നിൽക്കുവാണല്ലോ. എടാ, അത് വേറൊന്നും കൊണ്ടല്ല. നാളെ രാവിലെ എന്നൊരു സമയമുണ്ടെങ്കിലേ അമ്മയോട് പെൺകുട്ടിയെ കുറിച്ച് തുറന്നു പറയാന്നാ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ മുന്നോടിയായിട്ട് പെൺകുട്ടിയുടെ മനസ്സെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. എന്നാ പിന്നെ നീ നേരിട്ട് പോയിട്ട് പ്രപ്പോസ് ചെയ്യുന്ന തന്നെ. അത് തന്നെയാണ് എന്റെ ആഗ്രഹം. പക്ഷെ എങ്ങനെ പ്രപ്പോസ് ചെയ്യുന്ന എനിക്കറിയില്ല. അതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. അതാണോ സില്ലി കാര്യം? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നീ ഇങ്ങോട്ട് വാ. എടാ നവീനെ, ഈ പെൺകുട്ടികൾക്ക് പൊതുവെ ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്ത് പ്രപ്പോസ് ചെയ്യുന്നതിനോട് പ്രത്യേക ഒരു ഇഷ്ടാ. അത് പിന്നെ അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കോ? നമ്മുടെ നാട്ടില് ഫ്ലവേഴ്സിന് പകരം ഓരോരുത്തർക്ക് ഗിഫ്റ്റ് ഒക്കെ ഇഷ്ടം. അങ്ങനെ ചിന്തിക്കുന്ന പെൺപിള്ളേരും ഉണ്ടാവും. പക്ഷെ നീ ഇപ്പൊ പറഞ്ഞല്ലോ ആള് നല്ല ബോൾഡ് ആണെന്ന്. അതുകൊണ്ട് ആൾക്ക് ഫ്ലവേഴ്സ് കൊടുത്താലും അത് വലിയ കാര്യമായിരിക്കും. ശരി, ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്ത് ഞാൻ എങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നും കൂടി പറ. ഷെടാ, അതും ഇനിയിപ്പൊ ഞാൻ പറഞ്ഞു തരണോ? അതൊക്കെ നിന്റെ തലേന്ന് വരുന്ന അങ്ങ് പറയണം. പിന്നെ നീ കോടതിയിൽ വാദിക്കുന്നത് പോലെ അവിടെ ചെന്ന് പ്രപ്പോസ് ചെയ്തേക്കരുത്. അതിനെ നീയല്ല ഞാന്. അതെനിക്കറിയാം. എപ്പോഴും കോടതി വീടെന്ന് പറഞ്ഞു നടക്കുന്നവനാ. ഇന്നത്തെ പ്രപ്പോസൽ എങ്ങനെയാവോ ആവോ. ഡാ, നീ ഇങ്ങനെ ഓരോന്ന് പറയാതെ ബാക്കി പറഞ്ഞാ. എനിക്ക് പോയിട്ടെ നാളത്തെ കേസിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ളതാ. ദേ വീണ്ടും കേസ് കേസ് കേസ്. നീ കേസുമായിട്ട് നടന്നടാ. കേസിനെ കെട്ടിയേ കല്യാണം കഴിച്ച് ജീവിച്ചോ. നിക്കടാ, കേസ് വേണ്ട. ഞാൻ നാളത്തെ കേസിന്റെ കാര്യം നോക്കുന്നേ ഇല്ല. നീ ഇതിനെ കുറിച്ച് പറഞ്ഞതാ. എടാ, ആദ്യം നിനക്ക് ഇത് വല്ലതും വേണമെങ്കിലേ മര്യാദക്ക് ഇവിടെ ഇരുന്ന് കേക്ക്. സമയം ഇതിനു വേണ്ടി ചെലവഴിക്ക്. ഇല്ലെങ്കിലേ നീ കേസുമായിട്ട് നടക്ക്. അതാ നിനക്ക് നല്ലത്. എടാ പറയടാ, കേസ് ഞാൻ വിട്ടു. നാളത്തെ കേസിനെ കുറിച്ച് ഒന്നും നോക്കുന്നില്ല. നിന്നോട് നോക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിന് നീ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്നെങ്കിൽ നീ ആദ്യം ഇത് നോക്ക്. ശരി, ബാക്കി പറ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഫ്ലവേഴ്സ് കൊടുത്ത് പ്രപ്പോസ് ചെയ്യണമെന്ന്. അങ്ങനെ പ്രപ്പോസ് ചെയ്യുമ്പോഴേ അതിൻ്റെതായിട്ടുള്ള ഒരു ശാന്തതയും, നീ പ്രപ്പോസ് ചെയ്യുമ്പോൾ തന്നെ തിരിച്ച് നിന്നെ പ്രപ്പോസ് ചെയ്യാൻ പറ്റിയ ആ ഒരു സെറ്റപ്പ് ഒക്കെ വേണം. എന്ന് വെച്ചാ എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ, ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നറോ? അതിന് ഞാൻ അവളെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞില്ലല്ലോ. എന്നാ നിനക്ക് പ്രപ്പോസ് ചെയ്യാൻ ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ തന്നെ വേണം. അതിലൂടെ അവൾ മനസ്സിലാക്കും നിന്റെ കൂടെ ജീവിച്ചാല് ജീവിതം കളറായിരിക്കുമെന്ന്. ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾ അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയല്ല. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്. ടൗണിൽ പോയിട്ടെ ആളുകൾ നിറഞ്ഞിരിക്കുന്നതിന്റെ നടുക്ക് വെച്ചിട്ട് അവൾ ഒരു പൂവും കൊടുത്ത് പ്രപ്പോസ് ചെയ്യ്. അല്ല പിന്നെ നീ പോയി നിന്റെ പണി നോക്കടാ. ഇതും പറഞ്ഞവൻ പോവാൻ നിൽക്കുമ്പോ വീണ്ടും അവനെ തന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ നവീന്. എടാ, നീയൊന്ന് എന്നെ മനസ്സിലാക്കി. അവൾ അങ്ങനെ ഒരു പെൺകുട്ടിയല്ല. എടാ, ഏത് തരം പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഒരുക്കി അവിടെ ഫ്രഷ് ഫ്ലവേഴ്സും കൊടുത്ത് അവരെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവര് വീഴും. നീ പറഞ്ഞത് നടക്കുമല്ലോ അല്ലേ? നടക്കും. എന്നാ പിന്നെ ഇന്ന് അങ്ങനെ തന്നെ ട്രൈ ചെയ്യാം. അല്ല, നമ്മൾ ഈ സെറ്റപ്പ് ഒക്കെ എവിടെയാ ചെയ്യാ? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നീ നടക്ക്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അനന്തപുരിയാണ് കേട്ടോ. അനന്തപുരിയിൽ അനി ഒരു ഭാഗത്ത് ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് ആദർശ് വരുന്നുണ്ട്. എടാ, ഇപ്പൊ നിന്റെ കമ്പനിയെ കുതിച്ചു മുകളിലോട്ട് ഉയരാണല്ലോ. കുറച്ചുകൂടി ഉത്തരവാദിത്തം നിന്നെ ഏൽപ്പിക്കട്ടെ. അയ്യോ എന്റെ ഏട്ടാ, തന്ന ഉത്തരവാദിത്തം തന്നെ എനിക്ക് തലയെ കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കും വലിയ ഭാരമാ. അപ്പൊ ഞാൻ എത്രത്തോളം ഭാരം എന്റെ തലയെ കയറ്റി വെച്ചെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് ശരിയാ, ഇത്രോ വലിയ ഭാരം എന്റെ ഏട്ടൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തില്ലേ? അതാലോചിക്കുമ്പോഴേ എനിക്ക് സത്യം പറഞ്ഞാൽ ഞെട്ടല ഇപ്പോഴും. ഇനി എനിക്ക് നയനയുടെ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് എന്റെ കുറച്ച് കാര്യങ്ങളും കൂടി നിന്നെ ഏൽപ്പിക്കാന്ന് കരുതുക. നയനയുടെ കാര്യമല്ലേ, നടക്കട്ടെ. ഏട്ടൻ ധൈര്യമായിട്ട് എന്നെ ഏൽപ്പിച്ചോ. ശരി. ആ സമയത്താണ് കേട്ടോ അനിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. അപ്പോ ആദർശ് അത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്നാ ഈ വിളിക്കുന്നത് നന്ദു ആണ് കേട്ടോ. നന്ദുവിന്റെ ഫോൺ കോൾ കണ്ടപ്പോ തന്നെ അനി ആ ഫോൺ മാറ്റി വെക്കാണ്. എടാ, ഫോൺ എടുത്ത് സംസാരിക്കേ. അതെ, അത് വേറൊരു ക്ലൈന്റാ.
ക്ലൈന്റ് ആണെങ്കിൽ എടുത്ത് സംസാരിക്ക്. ദേ, നീ എടുത്ത് സംസാരിക്കാതിരുന്നാലേ നമ്മുടെ ഓർഡറാ നഷ്ടപ്പെടുന്നത്. അയ്യോ, ഇപ്പഴാ ഞാൻ ഓർത്തത്, ഇത് ക്ലൈന്റ് അല്ല, ഇത് എന്റെ പഴയൊരു കൂട്ടുകാരനാ. പൈസക്ക് വിളിക്കുവാ. പൈസക്കാണോ? ബുദ്ധിമുട്ടുള്ള വല്ലവരാണെന്നുണ്ടെങ്കിൽ പൈസ അയച്ചു കൊടുക്ക്. അയ്യോ ഏട്ടാ, ഇത് ബുദ്ധിമുട്ടുള്ളവരൊന്നുമല്ല, അവന് വെറുതെ അടിച്ചു പൊളിച്ച് ജീവിക്കാനാ പൈസ ചോദിക്കുന്നത്. ഓ, അങ്ങനെയുള്ളവന്മാരായിരിക്കും കുടിച്ചു കൂത്തായിട്ട് ജീവിക്കാന്. അവർക്കൊന്നും പണം കൊടുക്കണ്ട. ആ കറക്റ്റ്. അതുകൊണ്ട് ഞാൻ പണം കൊടുക്കാറില്ല ഏട്ടാ. നീ ആ ഫോണൊന്ന് കാട്ടിക്കേ, ഞാനൊന്ന് നോക്കട്ടെ ആരാ വിളിച്ചതെന്ന്. അയ്യോ, അതെന്തിനാ? നോക്കട്ടെടാ, ഇങ്ങോട്ടാ. അയ്യോ വേണ്ട. എടാ അനി, സത്യം പറ, ഇത് നന്ദു അല്ലേ വിളിച്ചത്? അത് പിന്നെ ഏട്ടാ. എടാ അനി, എനിക്കോ എന്റെ ഭാര്യയ്ക്കോ അതുപോലെ നമ്മൾ അനുകൂലിക്കുന്ന ആർക്കും നീയും അനിയും വിവാഹം കഴിക്കുന്നതിൽ ഒരു എതിരഭിപ്രായവും ഇല്ല. പക്ഷേ ഇളയമ്മയുടെ കാര്യം അങ്ങനെയല്ല. നിങ്ങൾ എത്ര തന്നെ ഇഷ്ടപ്പെട്ടാലും അത് നടക്കാതിരിക്കേണ്ട ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ നീ അതിനും തയ്യാറാവേണ്ടി വരും അനി. ഏട്ടാ, ഏട്ടനെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? എടാ, ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് നിന്റെ ഏട്ടന്റെ സ്വാർത്ഥതയാണെന്ന് കരുതിയാൽ മതി. രണ്ടിനും തയ്യാറായിട്ട് വേണം നീ നിൽക്കാന്. ഭാഗ്യമുണ്ടെങ്കിൽ നിനക്ക് നന്ദുവിനെ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ അമ്മ കാണിച്ചിരുന്ന അല്ലെങ്കിൽ മറ്റാരെങ്കിലും കാണിച്ചിരുന്ന ഒരു നല്ല പെൺകുട്ടിയെ ജീവിതത്തിലോട്ട് കൈപിടിച്ച് കയറ്റണം. പറ്റില്ലെന്ന് പറഞ്ഞാൽ ശരിയാവില്ല അനി. അതൊക്കെ നീ നിന്റെ മനസ്സിനെ പറഞ്ഞ് ധരിപ്പിക്കേ. പിന്നെ എന്നെ കൊണ്ട് കഴിയുന്ന പരമാവധി ഞാൻ ശ്രമിക്കാം. ഇളയമ്മയുടെ മനസ്സിനിപ്പോ ചെറിയ മാറ്റമൊക്കെ ഉണ്ട്. അതുകൊണ്ട് വഴിയെ മാറ്റം വരുമെന്ന് പറയാനും പറ്റത്തില്ല. പിന്നെ നീ കൂടുതൽ നന്ദുവിന് പ്രതീക്ഷയൊന്നും കൊടുക്കരുത്. പാവം ഒരുപാട് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് ഒന്നും നടത്തി തരാൻ കഴിയാതെ ശരിക്കും ഞങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. ഏട്ടാ, അതൊന്നും കുഴപ്പമില്ല ഏട്ടാ. എല്ലാം ഒന്ന് കലകി തെളിയുന്നാ എൻ്റെ മനസ്സ് പറയുന്നത്. ശരി, എന്നാ പിന്നെ നടക്കട്ടെ. ഇതും പറഞ്ഞോണ്ട് ആദർശ് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ അനി നന്ദുവിനെ വിളിക്കുന്നുണ്ട്. അപ്പൊ നന്ദു ചോദിക്കുന്നുണ്ട്, അനി നീ എന്താ എന്റെ ഫോൺ എടുക്കാത്തത്? ഇപ്പൊ വലിയ തിരക്കാരനൊക്കെ ആയിരിക്കും, പക്ഷെ ദേ അനി എന്റെ ഫോൺ എടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ. നന്ദു, നീ ഇങ്ങനെ ചൂടാവാതെ. ഞാനേ ആദർശേട്ടനുമായിട്ട് സംസാരിക്കായിരുന്നു, അതിനെടുക്കാൻ നന്ദു വിളിച്ചത്. അയ്യോ, ആദർശേട്ടൻ ഞാൻ വിളിച്ചതെങ്ങനെ കണ്ടോ? ഞാൻ കാണിച്ചൊന്നും കൊടുത്തില്ല, പക്ഷെ ആദർശേട്ടൻ അത് ഊഹിച്ച് മനസ്സിലാക്കി. ഞാൻ ആദർശേട്ടന്റെ മൈൻഡ് മാറ്റാനൊക്കെ നോക്കി, പക്ഷെ ആദർശേട്ടൻ അതൊക്കെ പിടിച്ചു. ശേ, ആദർശേട്ടൻ അറിഞ്ഞൂല്ലേ? ആദർശേട്ടൻ കരുതും ഞാൻ ഡ്യൂട്ടി ടൈമിന് അനിയെ വിളിക്കുവാണെന്ന്. ഇനിയിപ്പോ വിളിച്ചാൽ എന്താ, വിളിച്ചില്ലെങ്കിൽ എന്താ? എന്റെ മേലുണ്ടായിരുന്ന ഭാരം ഒഴിഞ്ഞു പോയല്ലോ. ഇനിയിപ്പോ ഒരു പെൺകുട്ടിക്കുള്ള വേക്കൻസി ഉണ്ട്, അതുകൊണ്ട് വിളിച്ചാൽ എനിക്ക് കുഴപ്പമില്ലെന്നേ. അനി, നീ വെറുതെ എന്റെ വായിലിരിക്കുന്നത് കേൾക്കരുത്. ആ വേക്കൻസി നീ വേറെ ആർക്കെങ്കിലും കൊടുക്കുവോ? ഇപ്പൊ ഞാൻ തൽക്കാലം കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതിപ്പോ ഓൾറെഡി ഫുള്ളായി കിടക്കുക. ഫുള്ളോ? നന്ദു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് അത് ബുക്ക് ചെയ്തിരിക്കുന്നത്. അത് പോയാനി. നന്ദു വെക്കല്ലേ, നമുക്ക് നൈറ്റ് ഒന്ന് കണ്ടാലോ? രാകേഷ് എന്നോട് ചോദിച്ചിരുന്നു. എന്നാ പിന്നെ അവന്മാരെയും കൂടി വിളിച്ചോ, നമുക്ക് പുറത്ത് പോയിട്ട് ഒരു ഡിന്നർ കഴിക്കാം. ശരി. അല്ല, നീ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ സ്റ്റേഷനിലോട്ട് വന്നിരിക്കാ. ഉച്ചയ്ക്ക് ശേഷാ വന്നത്. ഉച്ചവരെ എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. ഓ, എന്തുപറ്റി? ഡോക്ടറെ കാണിച്ചില്ലേ? ഡോക്ടറെ കാണിക്കാൻ മാത്രം ഒന്നും ഇല്ലായിരുന്നു. എന്തായാലും ശ്രദ്ധിക്ക്. ശരി അനി. ഇതും പറഞ്ഞ് അവര് ഫോൺ കട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് സക്കറിയാണ് കേട്ടോ, ഈ പോലീസ് സക്കറിയ. അയാള് അകത്തോട്ട് കയറി വരുന്നുണ്ട്. മാഡം. എന്താടോ? മാഡം, ഞാനിന്ന് ഉച്ചയ്ക്ക് ശേഷം ലീവ് ചോദിച്ചിരുന്നില്ലേ? ഓ, എനിക്ക് ഓർമ്മയുണ്ട് തന്റെ ലീവ്. അതെ മാഡം. എന്നാ പിന്നെ ഞാൻ പോട്ടെ. എങ്ങോട്ട്? ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. ഓ, താൻ തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണോ? അതെ. അപ്പൊ അതിന് തനിക്ക് ഉച്ചയ്ക്ക് ശേഷം ലീവ് തരണം അല്ലേ? അതെ. ശരി, താൻ ലീവ് എടുത്തോ. താങ്ക്സ് മാഡം. ഞാൻ ലീവ് കിട്ടോ ഇല്ലേ എന്നുള്ള പേടിയിലായിരുന്നു. അതെന്തിനാ പേടിക്കുന്നത്? ഭാര്യയും മക്കളെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോവാനല്ലേ, അതിന് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, അല്ലാതെ വല്ല ചുറ്റിക്കളി ഉണ്ടോ തനിക്ക്? അയ്യോ മാഡം, എന്ത് ചുറ്റിക്കളി? അല്ല, ഇനി ഭാര്യയുടെയും മക്കളുടെയും പേരും പറഞ്ഞ് വേറെ എങ്ങോട്ടെങ്കിലും പോവാൻ പ്ലാൻ ഉണ്ടോ? അയ്യോ മാഡം വല്ലതും അറിഞ്ഞോ? ഏയ്, ഞാനിന്ന് അവൾ അത്രയ്ക്കും വരട്ടിയിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. അത് കണ്ട് അവള് മാഡത്തിനെ വിളിച്ചൊന്നും പറയില്ല. മാഡം, സത്യമായിട്ടും ഞാൻ എന്റെ ഭാര്യയും മക്കളെ കൂട്ടി നിർത്തറോ? താൻ ആരോട് ഈ കള്ളത്തരങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്? താനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ലീവില്ല. മാഡം, മാഡം അല്ലേ അപ്പൊ പറഞ്ഞത് ഇപ്പൊ ഉച്ചയ്ക്ക് ശേഷം ലീവ് ഉണ്ടെന്ന്? താൻ സത്യം പറയുന്ന കരുതിയാ ഞാൻ നിന്നോട് ഇതൊക്കെ ചോദിച്ചത്. പക്ഷെ താൻ സത്യം പറഞ്ഞില്ല. ഇനി ഇപ്പൊ പറഞ്ഞാലും തനിക്ക് ലീവില്ല. അതെന്താ മാഡം? സത്യമായിട്ട് ഞാൻ എന്റെ ഭാര്യയും മക്കളെയും കൊണ്ട്. എടോ, താൻ ഇനിയും ഇവിടെ നിന്ന് കള്ളം പറഞ്ഞ തന്നെ ഞാൻ ഇവിടെ നിന്ന് സസ്പെൻഡ് ചെയ്യും. അയ്യോ മാഡം, സസ്പെൻഡ് ഒന്നും ചെയ്യരുത്. അല്ല, മാഡം അല്ലായിരുന്നു പറഞ്ഞത് എനിക്ക് ലീവ് തരാന്ന്? ഞാനാണെങ്കിൽ അവർക്ക് വാക്ക് കൊടുത്ത്. ആർക്ക് വാക്ക് കൊടുത്തെന്ന്? എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും. എടോ, തനിക്ക് ലീവില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ലീവില്ലെന്ന് പറഞ്ഞ ലീവില്ല.
അതെന്തുകൊണ്ടാന്നും കൂടി പറ മേഡം. തന്റെ ഭാര്യ രാവിലെ എന്നെ വിളിച്ചിരുന്നു. ആ ലീവ് ചോദിച്ച പ്രത്യേകം കൊടുക്കരുതെന്ന് പറയാൻ പറഞ്ഞു. അത്രയ്ക്കും വരട്ടിയല്ലേ ഭാര്യയെ വിറപ്പിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നത്. അപ്പൊ അവള് വിളിച്ച് പറഞ്ഞല്ലേ, അവളെ ഞാൻ കാണിച്ചു കൊടുക്കാം. ഇതിന്റെ പേരിലെങ്ങാനും വീട്ടിൽ ചെന്നിട്ട് ആ സ്ത്രീയെ മർദ്ദിച്ചാലുണ്ടല്ലോ. ഓ, ഞാൻ എന്റെ ഭാര്യയെ മർദ്ദിക്കുന്നതിന് ഇവക്കെന്താ? താനിപ്പൊ തന്റെ മനസ്സിൽ കരുതുന്നുണ്ടാവും തന്റെ ഭാര്യയെ മർദ്ദിക്കുന്നതിന് എനിക്കെന്താണെന്ന്. തന്റെ ഭാര്യ ഒരു കേസ് തന്നാലുണ്ടല്ലോ തന്റെ ഈ തൊപ്പി തെറിക്കും. അതുകൊണ്ട് ഞാൻ എന്തായാലും താൻ അവിടെ എത്തിയിട്ട് തന്റെ ഭാര്യയ്ക്കൊന്ന് വിളിക്കും. അവര് പറയുന്നത് എന്താണെന്നും കൂടി നോക്കട്ടെ. ഞാൻ അവരെ മർദ്ദിച്ചു എന്ന് വല്ലതും പറഞ്ഞ പിന്നെ നിന്റെ ഈ സ്റ്റേഷനിലെ സുഖവാസം അത് ഞാൻ ജയിൽവാസാക്കി തരും. അയ്യോ മേഡം, എനിക്ക് ലീവും വേണ്ട, ഒന്നും വേണ്ട. മര്യാദയ്ക്ക് ഞാൻ ഇവിടെ ജോലി ചെയ്തോളാം. ഞാനായിട്ട് ആരെ അടിക്കാനോ തല്ലാനോ ഒന്നിനും പോകുന്നില്ല. എന്നാ പോവാൻ നോക്ക്. ഓ ശരി. ഇതും പറഞ്ഞ് സക്രിയെ ദേഷ്യം പിടിച്ചോണ്ട് പുറത്തോട്ട് പോവാൻ കേട്ടോ. അവളൊരു കാന്താരി വന്നിരിക്കുന്നു. ആരാണ് അവളുടെ വിചാരം? അവളുടെ കണ്ണിലെ മുളക് വാരി തേക്കണം. അവസാനം കണ്ണും കാണാതെ അയ്യോ അമ്മേ എന്ന് പറഞ്ഞ് അവള് നടക്കണം. അത് കണ്ട് എനിക്ക് രസിക്കണം. ഇത് ഒറ്റയ്ക്ക് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ വേറൊരു പോലീസുകാരൻ വരുന്നുണ്ട്. സാറേ സാറേ എന്തു പറ്റി? അതെ ഒന്നുമില്ല, അവക്കിട്ട് കൊടുത്തതാ 2 എണ്ണം. ആർക്കിട്ട്? മേഡത്തിനിട്ടോ? ആ മേഡത്തിനിട്ട് ഇവിടെ കൊടുത്തിട്ട് എന്താ കാര്യം? ഓ എന്നാ പിന്നെ തനിക്കിട്ട് തരട്ടെ. അയ്യോ എനിക്കൊന്നും വേണ്ട. എന്നാലേ ഇതുപോലെയൊക്കെ തീർക്കാനേ പറ്റത്തുള്ളൂ. അവളൊരു CI വന്നിരിക്കുന്നു. ഇവള് മാത്രമാണല്ലോ പെണ്ണായിട്ട് CI ആയിട്ടുള്ളത്. പെണ്ണൊരുപെട്ട ഇങ്ങനെയുണ്ടാവോ? ഞാൻ ഇനി അവന്മാരോടൊക്കെ എന്ത് പറയും? 2 എണ്ണം അടിച്ച് സുഖിച്ചിന്ന് കിടന്നുറങ്ങാന്ന് കരുതിയതാ. ഇന്നിപ്പോ അതും നടക്കത്തില്ല. ഷേ, മനസമാധാനം പോയി. ഇതും പറഞ്ഞോണ്ട് സക്കറി എവിടുന്ന് പോവാണ്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നവീനും നവീന്റെ കൂട്ടുകാരനാണ് കേട്ടോ. നവീന്റെ കൂട്ടുകാരനും ഒരു അഡ്വക്കേറ്റ് ആണ് കേട്ടോ. അപ്പോ നവീന്റെ കൂട്ടുകാരന് പറയുന്നുണ്ട്, നവീനെ നമ്മളെല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഇനി എത്രയും പെട്ടെന്ന് നീ സ്നേഹിക്കുന്ന പെണ്ണിനെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറ. ഞാൻ വിളിക്കാം. പക്ഷേ എനിക്ക് എന്തോ ഒരു ചമ്മല് പോലെ. ചമ്മല് മനസ്സിൽ വെച്ചോണ്ട് നിന്നോ. നീയെ പുറത്ത് പ്രകടിപ്പിക്കണ്ട. അപ്പൊ പിന്നെ വിളിക്കാലേ? പിന്നെ വിളിക്കാതെ ഇത്രയും പൈസയൊക്കെ ചെലവാക്കി ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ഇപ്പൊ വിളിക്കില്ലെന്ന് പറയാണോ? അതിന് വിളിക്കില്ലെന്നാരും പറഞ്ഞില്ലല്ലോ. എന്നാ പിന്നെ പെട്ടെന്ന് വിളിക്ക്. ഞാൻ വിളിക്കാം, നീ പൊയ്ക്കോ. ശരി. അങ്ങനെ നവീന് മനസ്സില്ല മനസ്സോടെ നന്ദുവിന് വിളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അങ്ങനെ നന്ദു ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഹലോ നവീനേട്ടാ. നന്ദു. എന്താ നവീനേട്ടാ? നന്ദു തിരക്കിലാണോ? ഏയ് അല്ല, നവീനേട്ടാ പറഞ്ഞോ. തിരക്കിലല്ലെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇനി ഇപ്പൊ തിരക്കാണെങ്കിലും നവീനേട്ടന് പറയാനുള്ളത് കേട്ടിട്ടേ ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നുള്ളൂ. അയ്യോ തിരക്കാണെങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം. ഏയ് എനിക്കൊരു തിരക്കൂല. ഞാൻ പറഞ്ഞില്ലല്ലോ അതിന് തിരക്കുണ്ടെന്ന്. എന്താ നവീനേട്ടന് പറയാനുള്ളത്? വല്ല കേസിന്റെ കാര്യമാണോ? അന്വേഷണ ചുമതല എന്നെ ഏൽപ്പിക്കാനാണോ? ഏയ് അങ്ങനെയൊന്നുമല്ല. പിന്നെ അത് പിന്നെ വളച്ചേട്ടത് പറയണ്ടേ നവീനേട്ടാ. വേറൊന്നും അല്ല നന്ദു, ഇന്ന് നൈറ്റ് ഫ്രീ ആവോ? ഓ അതാണോ? ഇന്ന് നൈറ്റ് ഞാൻ ഫ്രീയാ. എന്നാ നമുക്കൊന്ന് കണ്ടാലോ? അതിനെന്താ? അല്ല എവിടെ വെച്ചാ കാണാ? അത് പിന്നെ ഞാൻ ലൊക്കേഷൻ സെൻഡ് ചെയ്യാം. നീ അങ്ങോട്ട് വന്നാ മതി. ശരി, ഞാൻ എത്തിക്കോളാം. എന്നാ പിന്നെ നമുക്ക് അവിടെ വെച്ച് കാണാം. ശരി. ഇതും പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹോ, ഒരു വിധത്തിനാ നന്ദുവിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത്. എന്തായാലും അത് ഗംഭീരമായിട്ട് നടന്നു. ഇനി നന്ദു ഇവിടെ വരുമ്പോ ഞാൻ ഇടറാതെ പ്രപ്പോസ് ചെയ്താ മതിയായിരുന്നു. എന്നെ കൊണ്ട് ഇത് വല്ലതും നടക്കുവാവോ? എല്ലാം അവന്റെ ഐഡിയ. നടന്നാ മതിയായിരുന്നു. എടാ നവീനെ, നീ വിളിച്ചോ? എന്തായി? ഞാൻ വിളിച്ചു. ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നീ വിളിച്ചോ? വിളിച്ചു. വേറൊന്നും പറഞ്ഞില്ല. നൈറ്റ് ഫ്രീ ആവൂന്ന് ചോദിച്ചു. ഫ്രീ ആണെന്ന് പറഞ്ഞപ്പോ ലൊക്കേഷൻ ഞാൻ സെൻഡ് ചെയ്തുതരാം, അങ്ങോട്ട് വന്നാ മതിയെന്ന് പറഞ്ഞു. നിന്നവക്ക് അത്രയും വിശ്വാസാണെന്ന് തോന്നുന്നു. നൈറ്റ് ലൊക്കേഷൻ സെൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവിടേക്ക് വരാനൊക്കെ തയ്യാറായത്. എനിക്ക് അവളെയും അത്രയ്ക്കും വിശ്വാസമാണ്. അപ്പൊ രണ്ടുപേരും മനസ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചതാണ്. എടാ എന്റെ ഇഷ്ടം എന്താന്ന് അവക്ക് പോലും അറിയില്ല. അവൾ എന്നെ ഒരു കൂട്ടുകാരനായിട്ടായിരിക്കും കാണുന്നത്. ഞാനും തിരിച്ചതുപോലെ തന്നെയായിരുന്നു. പക്ഷെ എപ്പോഴും എനിക്ക് അവളോട് ഒരു പ്രണയം തോന്നി. അതേതായാലും തുറന്നു പറയണടാ. മനസ്സിലിട്ടോണ്ട് നടക്കുമ്പോഴാ നമ്മളെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുക. എന്തായാലും ഇന്നത്തോടു കൂടി ഞാൻ പ്രണയം തുറന്നു പറയല്ലോ. അപ്പോ എന്റെ പ്രണയം നിരസിക്കില്ലായിരിക്കും അല്ലേ? എടാ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടിനും തയ്യാറായി വേണം നീ നിൽക്കാൻ. എന്റെ മനസ്സ് പറയുന്നത് നന്ദു എന്തായാലും എന്റെ പ്രണയം നിരസിക്കില്ലെന്നാ. അങ്ങനെ തന്നെ ആയാ മതിയായിരുന്നു. ആവട്ടെ, അതിനെന്നെ ഞാനും പ്രാർത്ഥിക്കാം. ശരി, എന്നാ പിന്നെ ഞാൻ പോട്ടെ. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളല്ലേ. പിന്നെ വിളിച്ചെന്നെ അപ്പൊ തന്നെ അപ്ഡേറ്റ് ചെയ്തോ. ഞാൻ ചില മോട്ടിവേഷൻസ് ഒക്കെ തരാം. തന്നോടത്തോളം മതി. ഇനി ബാക്കി ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ശരി ശരി. ഇതും പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് രാത്രിയാണ്. രാത്രി നന്ദു വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് കനക അങ്ങോട്ട് വന്നത്. നിക്ക് നീ ഇതെങ്ങോട്ട് ഈ സമയത്തോ? ഇപ്പൊ ആകെ 7 മണി ആയതേ ഉള്ളൂ. 7 മണി ആയല്ലോ. നിന്റെ ഡ്യൂട്ടി ടൈം ഒക്കെ കഴിഞ്ഞതല്ലേ. ഇനി അങ്ങോട്ട് ഈ ടൈമിന് പുറത്തോട്ട്? അമ്മേ, ഞാനൊരു പോലീസുകാരിയാണ്.
എനിക്ക് ഏത് അർദ്ധരാത്രിയും വിളി ചെന്നാ പോവേണ്ടി വരും. അതിന് നീ സ്റ്റേഷനിൽ നിന്ന് വിളി വന്നിട്ടാണ് പോകുന്നത്. ദേ നന്ദൂട്ടാ, നീ അവനെ കാണാനല്ലേ പോകുന്നത്? ആ അനിയെ. ദേ അമ്മേ, ഞാൻ അനി വിളിച്ചിട്ടൊന്നും അല്ല പോകുന്നത്. എന്നെ നവീനേട്ടൻ വിളിച്ചിരുന്നു. നവീനേട്ടനെ കാണാൻ വേണ്ടി പോവാ. നവീൻ മോനെയോ? ആ നവീൻ മോൻ എന്തിനാ മോളെ വിളിച്ചത്? ആ എനിക്കറിഞ്ഞൂടാ. ഇനി എന്തെങ്കിലും കേസ് ഏൽപ്പിക്കാനാണെന്ന് പറയാൻ പറ്റില്ല. ഓ ചിലപ്പോ അതിനായിരിക്കും. ആ എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. അച്ഛനോട് പറയണേ. നിക്ക്. അല്ല നിനക്കെന്തോ ഒരു വെപ്രാളം പോലെ. എന്ത് വെപ്രാളം? അല്ല നവീൻ മോനാണ് വിളിച്ചതെന്നുണ്ടെങ്കിലും നിനക്കെന്താ ഇത്ര ഉത്സാഹം? ഇനി നവീൻ മോൻ അനിയെ കൂടി വിളിച്ചിട്ടുണ്ടോ? അതൊന്നും എനിക്കറിയില്ല. എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അനിയെയും വിളിക്കും. അതിപ്പോ എനിക്ക് തടയാനൊന്നും പറ്റത്തില്ലല്ലോ. എന്നാലേ എനിക്ക് നിന്നെ തടയാൻ പറ്റും. അവനെങ്ങാനും ഉണ്ടെങ്കിൽ നീ ഇവിടുന്ന് പോവണ്ട. അമ്മ ഒരുമാതിരി ചീപ്പ് പരിപാടി ഇറക്കരുത്. ഞാൻ അനിയെ കണ്ടെന്ന് കരുതിയിട്ട് അവൻ താലിയായിട്ട് എന്റെ കഴുത്ത് കെട്ടാൻ തയ്യാറായി നിൽക്കുന്നുവല്ലോ. അപ്പോഴാണ് ഗോവിന്ദൻ അങ്ങോട്ട് വരുന്നത്. എടി നീ ഇപ്പൊ എന്താ പറഞ്ഞത്? അങ്ങനെ നിൽക്കുവാണെങ്കിൽ നീ ഓടിപ്പാഞ്ഞങ്ങ് പോയേനല്ലോ. കനകെ രാവിലെ തുടങ്ങിയതാണല്ലോ നിങ്ങൾ തമ്മിൽ വഴക്ക്. നോക്ക് ഗോവിന്ദേട്ട അവള് പറഞ്ഞത്. എന്താ മോളെ അടുത്ത പ്രശ്നം? നീ എന്തിനാ അമ്മയായിട്ട് എപ്പോഴും ഇങ്ങനെ വഴക്കൂടുന്നത്? അച്ഛാ, ഞാനാണ് ഇവിടെ വഴക്കൂടുന്നത്. ദേ അമ്മ ഇങ്ങനെ അനിയെ കുറിച്ച് പറഞ്ഞ് എന്നെയും ചേർത്ത് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കനകെ, എന്തിനാ വെറുതെ അനിമോനെ കുറിച്ച് പറഞ്ഞ് നന്ദുവിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? പിന്നെ എങ്ങനെ പറയാതിരിക്കും ഗോവിന്ദേട്ടാ? ഇന്നലെ ഉണ്ടല്ലോ ഞാൻ ഇവളുടെ ഫോൺ ഒന്ന് ചെക്ക് ചെയ്തു. ആ സമയത്ത് അനിക്ക് വിളിച്ച കോളിന്റെ എണ്ണത്തിന് കണക്കില്ല. ഓ അപ്പൊ അതാണ് അമ്മയ്ക്കൊരു ദേഷ്യം എന്നോടല്ലേ? പിന്നെ എങ്ങനെ ദേഷ്യം പിടിക്കാതിരിക്കടി? അനിയെ മാത്രം നിന്നോട് ഞങ്ങൾ വിളിക്കരുതെന്ന് പറഞ്ഞത്. അവനെ തന്നെ നീ 100 വട്ടം വിളിച്ചാ നിന്നെ ഞങ്ങൾ പോയിട്ട് പൂജിക്കണോ? അമ്മേ, അനിക്ക് ഒരു ബിസിനസ് ആവശ്യം ഉണ്ടായിട്ട് എന്നെ വിളിച്ചത്. പിന്നെ നിങ്ങൾ തമ്മിൽ എന്ത് ബിസിനസ് ആടി? പ്രണയ ബിസിനസ്സോ? അവിടെ ഇങ്ങോട്ടും ഇവിടെ അങ്ങോട്ട് കൈമാറാൻ. അമ്മയോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞ കൂടി പോവും. ഞാൻ ഇപ്പൊ ഇവിടെ പോവാ. ഞാനിവിടെ നിന്നാ ശരിയാവത്തില്ല. ഇതും പറഞ്ഞുകൊണ്ട് നന്ദു പോകുന്നില്ല കേട്ടോ. ഗോവിന്ദേട്ടാ, അവൾ പോകുന്ന കണ്ടില്ലേ? കനകെ, നീ ഒന്ന് അടങ്ങ്. അവള് പോട്ടെ, പോയി വരട്ടെ. ഇപ്പൊ എന്തായാലും നന്ദൂട്ടിന് ഇറങ്ങി ഇറക്കം അത് നമ്മൾ തടസ്സപ്പെടുത്തണ്ട. ഗോവിന്ദേട്ടൻ ഇങ്ങനെ കൂട്ടിന്ന് കൊടുക്കല്ലേ ഗോവിന്ദേട്ടാ? ഞാൻ കൂട്ടിന്ന് കൊടുക്കല്ല. എല്ലാം സമാധാനായിട്ട് നമുക്ക് മോളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. നീ ഇങ്ങനെ എപ്പോഴും അവളുമായിട്ട് വഴക്കിടാതെ. ശരി, ഹിപ്പ നവീനെ കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് മിക്കവാറും അനിയെ കാണാൻ തന്നെ ആയിരിക്കും പോയിട്ടുണ്ടായിരിക്കുക. നമുക്ക് പറയാനല്ലേ പറ്റൂ. പിന്നെ അത് അവൾ അനുസരിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കനകെ? ഓക്കെ, അങ്ങനെ അത് അവിടെ അവസാനിച്ചിട്ട് പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദു സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ ഇങ്ങനെ റിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കേട്ടപ്പോ തന്നെ നന്ദു റോഡ് സൈഡിൽ വണ്ടി ഒന്ന് ഒതുക്കുന്നുണ്ട്. എന്നിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോൾ അനിയാണ് കേട്ടോ വിളിക്കുന്നത്. അങ്ങനെ അനിയുടെ ഫോൺ അറ്റൻഡ് ചെയ്യാണ്. ഹലോ അനി. നന്ദു, ഞാൻ നിന്നെ കുറെ നേരമായാലും വിളിക്കുന്നു. നീ എന്താ ഫോൺ എടുക്കാത്തത്? അത് പിന്നെ ഞാൻ വണ്ടി ഓടിക്കായിരുന്നു, അതുകൊണ്ടാ എടുക്കാഞ്ഞത്. ഓ അല്ല, നീ ഇതെങ്ങോട്ട് പോവാ? എന്ത്? അപ്പൊ നീ വരുന്നില്ലേ? എങ്ങോട്ട് നന്ദു? അല്ല അപ്പൊ നവീനേട്ടൻ അനിയെ വിളിച്ചില്ലേ? നവീൻ എന്നെ വിളിച്ചില്ലല്ലോ. ആണോ? എന്നാ ചിലപ്പോ വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. നീ എന്തായാലും ഇറങ്ങനി, നമുക്ക് ഒരുമിച്ച് പോവാം. അല്ല നീ ഇപ്പൊ എവിടെ ഉള്ളത്? ഞാൻ പുറത്ത് ജംഗ്ഷനിലുണ്ട്. എന്നാ അവിടെ നിന്നോ, ഞാൻ പെട്ടെന്ന് ബൈക്കായിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ബൈക്കിന് പോവാം. ശരി. അങ്ങനെ അനിയാണെന്നുണ്ടെങ്കിൽ നന്ദുവിനെ കാണാൻ കിട്ടിയ അവസരല്ലേ അത് മുതലെടുക്കാൻ വേണ്ടി ബൈക്കും എടുത്ത് പുറത്തോട്ട് ഇറങ്ങുന്നത്. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് കേട്ടോ ഓടി ജാനകി വരുന്നത്. അനി, നീ ഇതെങ്ങോട്ടാ? അത് പിന്നെ അമ്മേ, നവീൻ വിളിച്ചിരുന്നു. നവീനോ? എന്തിന്? എന്തിനാന്നറിയില്ല. അവനൊരു പാർട്ടി തരണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി. ചിലപ്പോ ആ പാർട്ടി തരാനായിരിക്കും. ഓ, നിങ്ങൾക്ക് മാത്രമുള്ള നവീന്റെ പാർട്ടി ഞങ്ങൾക്കൊന്നുമില്ലേ? അതെ, നിങ്ങൾ തന്നെ സ്പെഷ്യൽ ആയിട്ട് വിളിച്ച് ചോദിക്കണം. ഇത് ഞങ്ങൾക്കുള്ള പാർട്ടിയാ. ശരി, അധികം വൈകിക്കാതെ ഇങ്ങോട്ട് എത്തിയേക്കണം. അമ്മേ. അല്ല, ഈ പാർട്ടിയിൽ നന്ദു കാണുമോ? നന്ദു നവീന്റെ ഫ്രണ്ട് അല്ലേ? നന്ദു ഉണ്ടായിരിക്കും. അല്ലാതെ നിനക്ക് നന്ദു വരുന്ന വിവരം അറിയില്ലേ? എനിക്കറിയില്ല അമ്മേ. ഇത് വിശ്വസിക്കാനേ നീ വേറെ ആളെ നോക്ക്. എന്നെ പറ്റിക്കാന്ന് കരുതണ്ട. എന്തായാലും കാണുന്നതൊക്കെ കൊള്ളാം. പക്ഷേ സൗഹൃദം മാത്രമേ നിങ്ങളുടെ ഇടയിൽ പാടുള്ളൂ. അതിനുപരി സ്നേഹബന്ധം ഒന്നും വേണ്ട. ശരിയമ്മേ. എന്നാ പൊയ്ക്കോ. പിന്നെ നേരത്തെ വന്നോളണം. വരാം. ചെല്ല്. ഇതും പറഞ്ഞ് അനി അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനി ജംഗ്ഷനിൽ എത്തുന്നുണ്ട്. അപ്പോ നന്ദു പറയുന്നുണ്ട്, അനി എത്ര സമയം ഇവിടെ വെയിറ്റ് ചെയ്യുന്നു? പറഞ്ഞ സമയത്തിന് എത്തരുത് കേട്ടോ. അത് പിന്നെ നന്ദു, ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങിയതാണ്. അപ്പോഴാണ് അമ്മ എന്നെ പിടിച്ചു വെച്ചത്. അയ്യോ, എന്നിട്ട് എന്താവാനാ? നീ ഉണ്ടോന്നാ ചോദിച്ചത്. എന്നിട്ട് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞോ? അത് പിന്നെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. പക്ഷെ അമ്മക്ക് കാര്യം പിടികിട്ടിട്ടുണ്ട്. സൗഹൃദമല്ലാതെ അതിനുപരി സ്നേഹം ഒന്നും വേണ്ടെന്നാ പറഞ്ഞത്. എന്നിട്ട് മകനത് അനുസരിക്കുന്നുണ്ടോ ആവോ? അനുസരിച്ചേക്കാം അല്ലേ? പിന്നെ അനുസരിക്കുന്ന ഒരു മകൻ. പിന്നെ ഇത് റോഡ് സൈഡാണ്. ഇവിടെ നിന്ന് സംസാരിക്കുമ്പോഴേ ആരെങ്കിലും കാണും. അതിനു പകരം നമുക്ക് പോകുന്നതാ നല്ലത്. എന്നാ പിന്നെ കേറ്. അങ്ങനെ നന്ദു അനിയുടെ പുറകെ കേറുന്നുണ്ട് കേട്ടോ.
അങ്ങനെ അവര് നേരെ ആ റെസ്റ്റോറന്റിലേക്ക് പോവാണ്. പിന്നെ കാണിക്കുന്നത് നവീനെയാണ്. നവീന് നന്ദുവിന് കൊടുക്കാൻ വേണ്ടി ഫ്ലവേഴ്സ് വാങ്ങി ഇറങ്ങുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഫ്ലവർ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോഴാണ് ഒരു പെൺകുട്ടിയെ കാണുന്നത്. ആ പെൺകുട്ടിയുടെ കൈ തട്ടിയിട്ട് കയ്യിലുണ്ടായിരുന്ന ഫ്ലവേഴ്സ് താഴെ വീഴുന്നുണ്ട് കേട്ടോ. അയ്യോ സോറി. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ, ഇത് എന്റെ മിസ്റ്റേക്കാ. നവീൻ നീയോ? അപ്പോ നവീൻ ആ മുഖത്തോട്ട് നോക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് മനസ്സിലായില്ല. എന്ത്? എന്നെ മനസ്സിലായില്ലെന്നോ? നീ തമാശ പറയാണോ നവീനെ? സീരിയസ്ലി എനിക്ക് മനസ്സിലായില്ല. എടാ ഞാൻ ദേവുവാ. ദേവിക? അതെ. അയ്യോ ദേവിക, നിനക്കെന്തൊരു മാറ്റം? എനിക്ക് മാത്രോ? നിനക്ക് മാറ്റമുണ്ട്. പക്ഷെ നിന്നെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. എന്നെ കണ്ടപ്പോ നിനക്ക് മനസ്സിലായില്ലല്ലോ നവീനെ. എടി അതിന് മാത്രം നിനക്ക് മാറ്റമുണ്ട്. ശരി ശരി. അല്ല നീ എന്താ ഈ ഫ്ലവർ ഷോപ്പില്? ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടല്ലേ കയ്യില്. ഒരു ബൊക്കെ ആണല്ലോ. ഇതാർക്ക് കൊടുക്കാനാ മോനെ? ഇതെന്റെ അമ്മയ്ക്ക് കൊടുക്കാനാ. അമ്മയ്ക്കോ? അമ്മയ്ക്ക്. ശരി ശരി, ഞാൻ വിശ്വസിച്ച്. അല്ല നമുക്കൊരു കോഫി കുടിച്ചാലോ? കൊറേ കാലത്തിന് ശേഷം കാണുമല്ലേ. അത് പിന്നെ കോഫി കുടിക്കാനുള്ള സമയമൊന്നും ഇപ്പൊ ഇല്ല. നമുക്ക് പിന്നീട് ഒരു ദിവസം മീറ്റ് ചെയ്യാം. എന്നാലും ഇപ്പൊ ഒരു കോഫി കുടിക്കാൻ വരാനുള്ള സമയമൊന്നും ഇല്ലേ? എനിക്കിപ്പോ സമയമില്ലാഞ്ഞിട്ടാ. ശരി എന്നാ. എന്റെ നമ്പർ നിന്റെ കയ്യിലില്ലേ? അത് പിന്നെ ഫോണ് മാറ്റിയപ്പോ നീ ഡയലോഗൊന്നും അടിക്കണ്ട കൂടുതൽ. എന്റെ നമ്പർ ഞാൻ ഇപ്പൊ തന്നെ തരാം, നോട്ട് ചെയ്തോ. പിന്നെ അതിലേക്ക് മെസ്സേജ് അയക്കണേ. അതൊക്കെ ഞാൻ അയച്ചോളാം. നീ നമ്പർ പറ. അങ്ങനെ നമ്പർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നവീൻ പറയുന്നുണ്ട്, എനിക്ക് സമയം ഒരുപാടായി, ഞാൻ പോട്ടെ. അയ്യോ പോവാനെന്താ ഇത്ര ധൃതി? അത് പിന്നെ എനിക്ക് സമയമില്ലാഞ്ഞിട്ടാ. ശരി എന്നാ പിന്നെ പൊയ്ക്കോ, ഞാനായിട്ട് പിടിച്ചു വെക്കുന്നില്ല. നവീൻ ടൗണിലോട്ടാണോ? അതെ. എന്നാ പിന്നെ ഞാനും കൂടി വന്നോട്ടെ. പോകുന്ന വഴിക്ക് എനിക്കും ഇറങ്ങാലോ. ശരി, അതിനെന്താ, നീയും കൂടി പോര്. അങ്ങനെ അതും പറഞ്ഞിട്ട് ആ പെൺകുട്ടി കാറി കയറുകയാണ്. പിന്നെ പൊരിഞ്ഞ ബ്ലോക്കാണ് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട്. ഷെടാ എന്തൊരു ബ്ലോക്കാ ഇത്, നാശം പിടിച്ച ബ്ലോക്ക്. ഈ സമയത്ത് ആ ബ്ലോക്ക് ഉണ്ടാവാൻ കണ്ടത്. അതിന് ബ്ലോക്കിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നവീനെ. ബ്ലോക്ക് എപ്പോഴാ ഉണ്ടാവുന്നതെന്ന് നമ്മൾ നിശ്ചയിക്കുന്നതല്ലോ. ഛേ, എന്റെ സമയാ പോകുന്നത്. നീയൊന്ന് കൂളായിട്ട് ഇരിക്കും നവീനെ. എനിക്ക് അങ്ങനെ കൂളായിട്ട് ഇരിക്കാൻ പറ്റില്ല. എന്നെ കാത്ത് ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. അമ്മയല്ലേ, അമ്മയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ ബ്ലോക്കിൽ തന്നെ പെട്ടുകിടക്കാൻ കേട്ടോ. ഒരടി വണ്ടി മുന്നോട്ട് നീങ്ങുന്ന പോലും ഇല്ല. പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയും അനിയാണ്. അവർ ആ റെസ്റ്റോറന്റിലേക്ക് വരുന്നുണ്ട്. അനി, ഇവിടേക്ക് നവീനേട്ടൻ വരാൻ പറഞ്ഞത്. ആഹാ, ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ കൊള്ളാലോ. മൊത്തത്തിലൊരു വൈബ് ഉണ്ടല്ലേ നന്ദു? അതെ, നവീനേട്ടൻ നമുക്കിവിടെ പാർട്ടി ഒരുക്കിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. അല്ല, രാകേഷിനും വിഘ്നേഷിനും കണ്ടില്ലല്ലോ. നീ ഒന്ന് അവർക്ക് വിളിച്ചോക്ക്. ഞാൻ വിളിക്കാം. ഇതും പറഞ്ഞുകൊണ്ട് നന്ദു രാകേഷിനും വിഘ്നേഷിനും വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്താൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരും അവിടുന്ന് പുറപ്പെടുകയാണ്. രാകേഷും വിഘ്നേഷും ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അവരിപ്പോ എത്തും. അനി, ഇവിടെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയല്ലേ? മൊത്തത്തിലൊരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ സെറ്റപ്പ് ചെയ്ത പോലെ ഉണ്ട്. അല്ല, അത് കപ്പിൾസിനല്ലേ സെറ്റ് ചെയ്യാം? കപ്പിൾസിനും ഫ്രണ്ട്സിനും അങ്ങനെ ആർക്ക് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അതേതായാലും കൊള്ളാം. അതെ, വേണമെങ്കിൽ എനിക്കിത് വിലക്ക് വാങ്ങാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് നീ പേടിക്കണ്ട. ഓ ശരി. ഇതും പറഞ്ഞ് അനിയും നന്ദു പരസ്പരം കണ്ണോട് കണ്ണ് നോക്കാനായിട്ടോ. അങ്ങനെ അവരുടെ രണ്ട് കണ്ണുകളും കോർത്തിണങ്ങുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടാണ് രാകേഷും വിഘ്നേഷും അങ്ങോട്ട് വരുന്നത്. വിഘ്നേഷ് കണ്ടപാടെ തന്നെ രാകേഷിനോട് പറയുന്നുണ്ട്, എടാ രാകേഷേ, ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ചെല്ലണോ? എന്താടാ? ദേ നീയൊന്ന് അങ്ങോട്ട് നോക്കി. അപ്പോഴാണ് അനിയും നന്ദുവും ഒരുമിച്ച് നിൽക്കുന്നത് കാണുന്നത്. അയ്യോ, നമ്മള് സ്വർഗത്തിലെ കട്ടുറുമ്പായി പോവും. ഇതെന്താടാ, ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നറിന്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ. ഇനി ഇവർക്ക് വേണ്ടി നവീൻ റെഡിയാക്കിയതായിരിക്കോ? എന്തായാലും നവീൻ വരട്ടെ. നവീൻ ഇവിടെ ഇല്ലെന്നാ തോന്നുന്നത്. നീ അങ്ങോട്ട് മാറി നിക്ക്. ഇതിനിടയ്ക്ക് നമ്മൾ ചെല്ലണ്ട. ഇതും പറഞ്ഞ് രാകേഷും വിഘ്നേഷും ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കാണ്. അങ്ങനെ അനിയാണെന്നുണ്ടെങ്കിൽ നന്ദുവിന്റെ കൈ അറിയാതെ പിടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നന്ദു അത് നിരസിക്കൊന്നും ചെയ്തില്ല. അങ്ങനെ നവീനാണെന്നുണ്ടെങ്കിൽ ഒരുവിധം ബ്ലോക്കിൽ നിന്നൊക്കെ കഴിച്ചിലായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നവീന്റെ കൂടെയുള്ള ആ പെണ്ണില്ലേ, ആ പെണ്ണ് പറയുന്നുണ്ട്, നവീനെ, ഈ റോഡിലൂടെ കുറച്ചുകൂടി മുന്നോട്ട് പോയ എന്റെ വീടെത്തും. എനിക്ക് ആ റോഡിലോട്ട് കയറണ്ട, നീ തൽക്കാലം ഇവിടെ ഇറങ്ങോ. എന്താ നവീൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇപ്പൊ രാത്രി ആയി കഴിഞ്ഞു. നവീൻ എന്നെ ഒന്ന് അങ്ങോട്ട് ആക്കിത്താ. ഷോ, എന്നെ അവിടെ ഒരാള്. നീ ഇനി അങ്ങനെ ഒന്നും പറയാതെ എന്നെ ഒന്ന് അങ്ങോട്ട് ആക്കിത്താ. ശരി. ഇതും പറഞ്ഞോണ്ട് നവീൻ അങ്ങോട്ടേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ആ പെണ്ണ് പറയുന്നുണ്ട്, ദേ ഈ ഫ്ലവർ ഞാൻ എടുത്തു. ഇതിന്ന് കുറച്ചെണ്ണ ഇവിടെ വെച്ചിട്ടുണ്ട്, അത് അമ്മയ്ക്ക് കൊണ്ടുകൊടുത്തോ. എന്റെ ഫ്ലവേഴ്സ് അതിന് തന്നിട്ട് പോ. തൽക്കാലം ഇതൊക്കെ അമ്മയ്ക്ക് ധാരാളമാ, അതുകൊണ്ടേ ഇത് കൊണ്ടുകൊടുത്തോ. ഷോ, ഇനിയൊന്നും പറയാൻ പറ്റാതെ മറ്റു നിവൃത്തിയൊന്നുമില്ലാതെ നവീൻ അവിടുന്ന് വണ്ടി തിരിച്ചു പോവാണ്. അപ്പോ ഈ പെൺകുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ ഓരോ ചിന്തകൾ വരേണ്ടോ. പിന്നെ ഇത് വല്ല പെണ്ണിനും കൊണ്ട് കൊടുക്കാനായിരിക്കും. അങ്ങനെ അവൾ ആ ഫ്ലവേഴ്സ് വാങ്ങണ്ട. കുറച്ച് ചീഞ്ഞ ഫ്ലവേഴ്സ് മാത്രം ഞാൻ അതിൽ വെച്ചിരിക്കുന്നത്. ഇതും പറഞ്ഞ് ഗമ കാണിച്ചുകൊണ്ട് അവിടുന്ന് പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നവീൻ അങ്ങോട്ട് എത്തുന്നതാണ്.
പെട്ടെന്ന് തന്നെ വണ്ടി അവിടെ ഒരു സൈഡിൽ പാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഷർട്ടൊക്കെ ഒന്ന് നന്നാക്കി പൂവൊക്കെ കൈമ പിടിച്ചിട്ട് അങ്ങോട്ട് പോവാൻ വേണ്ടി നിൽക്കുകയാണ്. അയ്യോ, നന്ദു വന്നിട്ടുണ്ടാവും, നന്ദുവിനൊന്ന് വിളിച്ചു നോക്കാം ഇത് പറഞ്ഞ് നന്ദുവിന് ഫോൺ ചെയ്യുന്നുണ്ട്. പക്ഷെ നന്ദു അനിയുമായിട്ട് മുഴുകിയതുകൊണ്ട് ഫോൺ എടുക്കുന്നില്ല. നന്ദു ഇനി വന്നില്ലേ, ഒന്നങ്ങോട്ട് ചെന്നു നോക്കാം, ചിലപ്പോ കുറെ സമയം വെയിറ്റ് ചെയ്യിപ്പിച്ചതിന്റെ നിരാശ കാണും. ഇതും പറഞ്ഞുകൊണ്ട് നവീനാണെങ്കിൽ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോഴാണ് അവിടെ രാകേഷും വിഘ്നേഷും നിൽക്കുന്നത് കാണിക്കുന്നത്. ഇവന്മാരെന്താ ഇവിടെ? നന്ദു ഇനി ഇവന്മാരെ വിളിച്ചോണ്ടാണോ വന്നത്? ആ സമയത്താണ് രാകേഷും വിഘ്നേഷും നവീനെ കാണുന്നത്. അപ്പോ രാകേഷ് പറയുന്നുണ്ട്, നവീനെ വാ വാ. അല്ല, ഇതെന്താ ഒരുമാതിരി സെറ്റപ്പില്, കയ്യിലെന്താ ബൊക്കെയൊക്കെ? അത് ഇത് പറഞ്ഞിട്ട് നവീൻ ബാക്കിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. അതിങ്ങ് താ. അല്ല, ഈ ബൊക്കെ എന്തിനാ? ഇത് പിന്നെ ഞാൻ മനസ്സിലായി, ഇതാർക്കോ കൊടുത്ത ലക്ഷണം ഉണ്ടല്ലോ. ഇത് മുഴുവൻ ഇല്ലല്ലോ ഫ്ലവേഴ്സ്. ഞാനിത് എന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നായിരുന്നു. അമ്മയ്ക്കോ? എന്നിട്ട് അമ്മയ്ക്ക് കൊടുത്തോ? കൊടുത്തു. ശരി ശരി. അല്ല, നന്ദു വന്നില്ലേ? വന്നു, അവൾ അകത്തുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഇതും പറഞ്ഞ് നവീൻ അകത്തോട്ട് കയറി നിൽക്കുമ്പോ അവര് രണ്ടുപേരും കൂടി തടയാണ് കേട്ടോ. അയ്യോ, ഇപ്പൊ അങ്ങോട്ട് ചെല്ലണ്ട. അതെന്താ? അത് പിന്നെ അവിടെ ഇപ്പോ രണ്ടുപേര് സംസാരിക്കുന്നുണ്ട്. അങ്ങോട്ട് ചെന്നിട്ട് വെറുതെ നമ്മള് സ്വർഗത്തിലെ കട്ടൂറും പാവണോ? നവീൻ അത് പിന്നെ ഒരു നാണക്കേടായിരിക്കും. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളൊന്ന് മാറ്, ഞാൻ നന്ദുവിനെ കാണട്ടെ. അപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ നവീൻ അങ്ങോട്ട് ചെന്ന് നോക്ക്, എന്നിട്ട് എന്തോന്ന് വെച്ചാൽ തീരുമാനിക്കുക. അങ്ങനെ നവീൻ അങ്ങോട്ട് ചെന്ന് നോക്കുന്ന സമയത്താണ് കേട്ടോ അനിയും നന്ദുവും ചേർന്ന് നിൽക്കുന്നത് കാണുന്നത്. ഇത് കണ്ട പാടെ തന്നെ കയ്യിലിരുന്ന ബൊക്കെ താഴെ ഇടുന്നുണ്ട്. എന്നിട്ട് നിരാശയോട് കൂടിയിട്ട് അങ്ങനെ നോക്കി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. കുറെ സമയം അങ്ങനെ നോക്കി നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് തല താഴ്ത്തി നിരാശപ്പെട്ട് പിന്നിലോട്ട് തിരിയുന്നുണ്ട്. അപ്പോഴാണ് രാകേഷ് പറയുന്നത്, മര്യാദയ്ക്ക് ഞങ്ങൾ പറഞ്ഞതല്ലേ, അപ്പൊ അങ്ങോട്ട് പോയിട്ടല്ലേ. ആ സമയത്ത് ദേഷ്യം പിടിച്ചോണ്ട് നവീനാണെങ്കിൽ അവരെ തട്ടി മാറ്റി അവിടുന്ന് പോവാണ്ടോ. ഇവനത് എന്തു പറ്റി? എന്തോ അറിയില്ല, ഡ്രിങ്ക്സ് വല്ലതും കുടിച്ചിട്ടുണ്ടോ? ഏയ്, കണ്ടിട്ട് തോന്നുന്നില്ല. പിന്നെന്താ ഇവന് പറ്റിയത്? എന്തോ. പെട്ടെന്ന് തന്നെ നന്ദു കൈയെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അനി, പരിസര ബോധമില്ലാതാണ് കൈ പിടിക്കുന്നത്. ഇതെവിടെയാണെന്ന് അറിയോ? ഞാനൊരു പോലീസുകാരിയാ. പോലീസുകാരി ഒരു നിമിഷം പോലീസുകാരിയാണെന്ന് മറന്നുപോയോ? ഒന്ന് മാറിക്കേ. ഇതും പറഞ്ഞുകൊണ്ട് നന്ദു പുറത്തോട്ട് ഇറങ്ങുമ്പോ രാകേഷിനും വിഘ്നേഷിനും കാണുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു അവിടെ? നിങ്ങൾ കുറെ നേരമായി വന്നിട്ട്? കുറച്ചു നേരമായി. സ്വർഗത്തിലെ കട്ടുമ്പോ അവിടെ അത് എഴുതിയിട്ട് അങ്ങോട്ട് വരാതിരുന്നതാ. ഒന്ന് പോടാ. അല്ല, നവീനായിട്ട് വന്നില്ലേ? വന്നു. വന്ന പോലെ തന്നെ പോവുകയും ചെയ്തു. എന്ത് വന്നെന്നോ? വന്നു. വന്ന പോലെ തിരിച്ചു പോവുകയും ചെയ്തു. അതെന്താ? അറിയില്ല, നിങ്ങളെ കാണാൻ വേണ്ടി അങ്ങോട്ട് വന്നു. നിങ്ങളെ കാണാതെയാ പിന്നെ തിരികെ പോയത്. ദേഷ്യം പിടിച്ചിട്ടാ പോയത്. ആ സമയത്ത് നന്ദുവിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുകയാണ് കേട്ടോ. അപ്പോ അനി പറയുന്നുണ്ട്, ഈ നവീൻ ഇത് എന്താ പറ്റിയത്? അനി, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. എങ്ങോട്ടാ നന്ദു? ഇപ്പൊ വരാം. ഇതും പറഞ്ഞുകൊണ്ട് നന്ദു അകത്തോട്ട് കയറുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് വിരുന്ന് ഒരുക്കി വെച്ചേക്കുന്നതും അതുപോലെ ഒരു ടേബിളും അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ചെയറൊക്കെ കാണുന്നത്. അപ്പോഴാണ് നന്ദു ശരിക്കും ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് കേട്ടോ. അപ്പോ അവിടെ കുറച്ച് വെയിറ്റർമാരുണ്ട്, അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരാളോട് ചോദിക്കുന്നുണ്ട്, എക്സ്ക്യൂസ് മീ. യെസ് മാഡം, ഇവിടെ എന്ത് ഫംഗ്ഷനാ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നറാ, 2 കപ്പിൾസ്. കപ്പിൾസോ? അതെ മാഡം. എനിക്ക് തെറ്റിയോ? എന്താ മാഡം, ഈ കപ്പിൾസിന്റെ പേരോ മറ്റോ? അത് പിന്നെ എങ്ങനെയാ മാഡം പറയാ? മാഡം ആരാ? ഞാൻ പോലീസാ. പോലീസോ? ഇവിടെ എന്ത് പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയണം. അത് പിന്നെ മാഡം, നവീൻ സാർ അറേഞ്ച് ചെയ്തിരിക്കുന്നതാ. സാർ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി റെഡിയാക്കിയിരിക്കുന്നതാ ഇത്. പക്ഷെ സാർ 8 മണിയാവുമ്പോഴേക്ക് എത്താന്ന് പറഞ്ഞതാ, ഇതുവരെ കണ്ടില്ല. ആ സമയത്താണ് കേട്ടോ നന്ദുവിന് കാര്യമൊക്കെ മനസ്സിലാവുന്നത്. നന്ദു ആകെ വിഷമിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, പ്രവീണേട്ടന്റെ മനസ്സിൽ ഞാനായിരുന്നോ? എന്നെ പ്രപ്പോസ് ചെയ്യാനാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ആ സമയത്താണ് അനി അങ്ങോട്ട് വരുന്നത്. നന്ദു, എന്താ നന്ദു ഇവിടെ നിൽക്കുന്നത്? അനി, ഒന്നുമില്ല, നമുക്ക് പോവാം. ഇതും പറഞ്ഞ് അനിയെ വലിച്ചോണ്ട് അവിടുന്ന് പോവാണ്. എന്താ നന്ദു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. അനി വാ. അങ്ങനെ അവരെല്ലാരും കൂടി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. നന്ദുവിന്റെ മനസ്സിൽ പോകുന്ന സമയത്തൊക്കെ നവീൻ തന്നെ പ്രണയിച്ചല്ലോ എന്നുള്ള ഒരു കുറ്റബോധത്തോടെയാണ് കേട്ടോ പോകുന്നത്. എന്തായാലും ഇനി അടുത്ത എപ്പിസോഡ് നല്ല ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ്. ആ ഒരു ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തോ. നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്തോ. നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്താൽ അടുത്ത എപ്പിസോഡ് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്, ലവ് യു ഓൾ.